ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. പിക്ചേഴ്സൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ ഒരുപാട് പേര് പിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് അറിയണ്ടേ? ഇതെന്താണെന്നറിയോ? ഉണങ്ങിയ ഒരു വെണ്ടക്കയാണ്. വെണ്ടക്ക നമ്മളിങ്ങനെ ചെടിയിൽ നിന്ന് ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ട് മൂത്തിട്ട് പാകമായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും അത് പിന്നെ ഇങ്ങനെ ഉണങ്ങിയിട്ട് നമ്മൾ വിത്തനൊക്കെ വെക്കുമല്ലോ, ആ ഒരു വെണ്ടക്കയാണ്. നമ്മളിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഓരോ സൈഡിലും ഇങ്ങനെ അതിൻ്റെ ഒരു സീഡ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ സീഡ്സൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള ഒരു വേസ്റ്റ് ആയിട്ടുള്ള വെണ്ടക്കൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ. എന്നിട്ട് അതിപ്പോൾ നമ്മൾ വിത്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ നിന്നപ്പോൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് നമുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചത്. കാരണം നല്ലൊരു ഉറപ്പുണ്ട്, അതിങ്ങനെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ ഉണ്ട്. അതിങ്ങനെ പൊളിച്ചെടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒരു കവർ പോലത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിൽ തീരെ പെയിൻ്റ് അടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല, ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഈ മുഴുവനായിട്ട് തന്നെ ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആക്രിലിക് കളറിലെ പേൾ ഓറഞ്ച് കളർ എടുത്തിട്ടാണ് ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. പെയിൻ്റ് അടിക്കുമ്പം നമുക്ക് അത്ര ഒരു പെയിൻ്റ് അതിൽ പെട്ടെന്ന് പിടിക്കുന്നില്ല. കാരണം കുറച്ചൊരു റഫായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഒരു ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഇടയ്ക്കിലൊക്കെ പെയിൻ്റ് ആകുന്ന രീതിയിൽ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിക്കാം. അപ്പോൾ കുറച്ച് ഡാർക്ക് കളർ പെയിൻ്റ് ആയിരിക്കും നല്ലത്. അപ്പോൾ ലൈറ്റ് കളറാകുമ്പോൾ അത്രക്കും നമ്മൾ ആ ഒരു ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു കളർ മറയുന്ന അത്രയും പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് ഓറഞ്ച് കളർ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് ഒരു വയലറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ഇടയ്ക്കുള്ള ഭാഗത്ത് കൊടുക്കാൻ കഴിയില്ല. കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാനിത് ഓരോന്നും നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ സ്റ്റെമ്മിന് യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പിയില്ലേ, ആ കമ്പി വെച്ചിട്ടൊന്ന് ഫ്ലവർ ടൈപ്പ് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു വയലറ്റ് കളർ, ഒരു ഓറഞ്ച് ഞാൻ അതുപോലെ നേരത്തെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോ, റെഡ്, പിങ്ക് ഒക്കെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5-6 മുട്ട് പോലെ അങ്ങനെയൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഫ്ലവർ ടൈപ്പൊക്കെ ചുറ്റി കമ്പിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ഫ്ലവേഴ്സും ഒന്നും അല്ലല്ലോ, നല്ലൊരു ലുക്കുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. നമ്മളങ്ങനെ ആരും ഇതുവരെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ലീഫ് ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് കണ്ടപ്പെടുത്താൻ കേട്ടോ, നല്ല രസമുള്ളൊരു ഷേപ്പാണല്ലോ ആ ഒരു ലീഫിന്. അപ്പോൾ ഞാനതെടുത്തിട്ട് ഗ്രീൻ കളർ തന്നെയാണ് എടുക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ളതൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രീനിൽ തന്നെ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനതിൽ വൈറ്റ് ആക്രിലിക് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ജബ മറിയം, ഷിഫ പണ്ടക്കൻ, ആമി, മുബാറക് മൊഹസിൻ, ലാനിക, അമ്മോസ്, ജഹാന ഷെറിൻ, സിയ, പിന്നെ 8th പഠിക്കുന്ന ഒരു സിയ, അഫ്ര, പിന്നെ 7th പഠിക്കുന്ന റിൻഷ തസ്നി, പിന്നെ 9th പഠിക്കുന്ന കരോലിൻ ട്രീസ ജോൺസ്. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ 4 കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രീന് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഒരു വൈറ്റിനൊരു ഭംഗി, പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് കളർ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യെല്ലോന് അതുപോലെ തന്നെ റെഡ് കൊണ്ടൊന്ന് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ ഓർമ്മയുണ്ടോ? ഇത് ഞാൻ ഒരു 4 മാസം മുമ്പേ വാഴയിൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഫസ്റ്റ് ഞാനാണ് അത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ പേര്, ഓൾമോസ്റ്റ് ഒരുപാട് ചാനൽ അത് കാണുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് കീറിപ്പോവോ, അത് ചീത്തയായി പോവില്ല, എത്ര നിൽക്കും എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇതുവരെ ഇത് വാർണിഷ് അടിച്ചിട്ടൊന്നുമില്ല. 4 മാസമായിട്ട് ഇതുവരെ ചീത്തയായി പോയിട്ടൊന്നുമില്ല. അന്ന് ഞാൻ ലീഫായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഉണങ്ങിയ ഒരു ഇലയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ലീഫ് ഉണ്ടല്ലോ, ഇത് ഗ്രീൻ ആയിട്ടുള്ള ഇതാണ്, ഉണങ്ങിയിട്ടുള്ളതല്ല, നോർമൽ ആ ഒരു ഗ്രീൻ ലീഫായിരുന്നു. അപ്പോൾ അത് ഞാൻ പെയിൻ്റ് അടിച്ച് ആ ഒരു നമ്മൾ ആ വെണ്ടയ്ക്കൻ്റെ അതിൻ്റെ കൂടെയൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്ക് അതൊക്കെ വാടിപ്പോയിട്ട് ആകെ ഒന്ന് ചുരുണ്ട് ചീത്തയായിപ്പോയി. അപ്പോൾ അത് ഉണങ്ങിയിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ നല്ലത്. അപ്പോൾ ഉണങ്ങിയിട്ടുള്ള ലീഫ് ഇല്ലായിരുന്നു അതിൽ. ഞാനതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ നമ്മൾ വാഴയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഫ് തന്നെ, ഉണങ്ങിയിട്ടുള്ള ആ ഒരു ലീഫ് തന്നെ എടുത്തിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിന് ആക്രിലിക് കളർ തന്നെയാണ് അന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനും ആ കളർ തന്നെയാണ്, ഒരു പിങ്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ആ ഒരു പെയിൻറ്റ് നമ്മൾ 2 സൈഡിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ വാർണിഷ് ഒന്നും അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അടിച്ചാൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും.
ഞാനിവിടെ ഒരു 2 എണ്ണം മാത്രമേ പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വാഴയുടെ ആ ഫ്ലവർ തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കളേഴ്സ് ഒരു ഗ്രീനൊക്കെ കൊടുത്തിട്ട് അതിന് യെല്ലോ കളർ വെച്ച് ടച്ച് ചെയ്യാം. അതുപോലെ റെഡിന് യെല്ലോ, വൈറ്റിന് റെഡൊക്കെ വെച്ച് ടച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ലീഫ് വരുമ്പോൾ നല്ല രസമുണ്ട് അത് കാണാൻ. വാർണിഷും കൂടെ അടിച്ചാൽ കുറച്ചൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ലീഫ് ഓരോന്നും ഇങ്ങനെ നേരത്തെ നമ്മൾ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല ചെയ്ത പോലെ ഓരോന്നും ആ ഒരു വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാളും ഭംഗി ശരിക്കും ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ലീഫാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു ലീഫ് കാണാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അപ്പം നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ ആ ഒരു ലീഫ് തന്നെ മാക്സിമം ഒന്ന് നോക്കുക. ഞാൻ വേറെ പല ടൈപ്പ് ലീഫ് വെച്ച് നോക്കിയിട്ട് അതിനൊരു ഭംഗി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഈ വെണ്ടയ്ക്കൻ്റെ ഇത് നമ്മൾ സീഡ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റാക്കി കളയാറാണ്. പിന്നെ ചിലപ്പം മരത്തിൽ തന്നെ കിടന്ന് ഉണങ്ങിയൊക്കെ പോകുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് അടിച്ച് നോക്കി വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ മാത്രം സാധനം ഇല്ലായിരുന്നു. 2-3 എണ്ണേ ബാക്കിയുള്ളായിരുന്നു. അതാണ് ഞാൻ പിന്നെ അങ്ങനെ കാണിച്ചെടുത്തത്. നിങ്ങൾക്കപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഐഡിയാസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഡ്രൈ ആയിട്ടുള്ള വെണ്ടയ്ക്കൻ്റെ ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ കിട്ടുകയാണെങ്കിൽ അത് വേസ്റ്റാക്കി കളയാതെ നമ്മൾ ജസ്റ്റ് കുറച്ച് പെയിൻറ്റ് മാത്രം അടിച്ചു കൊടുത്താൽ മതിയല്ലോ. ആ ഒരു കമ്പിന് പകരം ഉണങ്ങിയ ചെടിയുടെ കൊമ്പൊക്കെ ഒന്ന് യൂസ് ചെയ്താലും മതി. എന്തായാലും ഒരു വെറൈറ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് അങ്കമാലി എലവൂരുള്ള ദേവിക കെ മോഹനാണ്. ഉള്ളിൻ്റെ തൊലി ഉപയോഗിച്ചിട്ടുള്ള ഒരു റോസ് പൂവിൻ്റെ ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. ദേവിക നേരത്തെയും പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി ഇറാഖിൽ നിന്ന് ജിഷ സന്തോഷ് അയച്ചു തന്നതാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. ജിഷ സന്തോഷ് നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി സുഹാന സജീർ അയച്ചു തന്നതാണ്. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. സുഹാന നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഷിഫാന അയച്ചു തന്നത് ഈർക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്സ് ആണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് പട്ടാമ്പിയുള്ള അശ്വിനി രാജനാണ്. ഒരു ഫോട്ടോഗ്രാഫറാണ്. പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ശില്പ അയച്ചു തന്നത് പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പിക്ക് അയച്ചു തന്നത് എൻ്റെ റിലേറ്റീവാണ്. മലപ്പുറത്തുള്ള 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഹനാൻ അയച്ചു തന്നത് പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ളൊരു ബോട്ടിലാണ്. അടുത്ത പിക്ക് അയച്ചു തന്നത് ഹിസാനയാണ്. മത്തങ്കുരു ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.